മകരവിളക്കടുത്തതോടെ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ തിരക്കിലും ഗണ്യമായ വർധന. മല കയറിയല്ല മലയിറങ്ങിയാണ് ഈ പാതയിലൂടെ അയ്യപ്പനെ കാണാനെത്തുന്നത്. 5000-നടുത്ത് തീർത്ഥാടകരാണ് ഇപ്പോൾ നിത്യേന ഈ വഴി മലയിറങ്ങിയെത്തുന്നത്. തുടക്കത്തിൽ കാര്യമായ തിരക്കില്ലാതിരുന്ന പുല്ലുമേട് പാതയിൽ ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്കാണ്. കഴിഞ്ഞ ദിവസം 4898 പേരാണ് ഈ வழி மலை இறங்கி எத்தியது. நானும் சூரிய பிரகாஷ் சொல்கிறது மதுரையிலேருந்து போன வெள்ளிக்கிழமை கிளம்புனேன் பாத யாத்திரையா. இந்த இறங்கி இன்றைக்கி 8ஆம் நாள் இங்கே வந்துட்டேன் சன்னதிக்கு புல்மேடு வழியாக. காலையில் 10 மணிக்கு ஏறினேன். இப்போ காலையில் சாயந்தரம் 6 மணிக்கெலாம் வந்து சேர்ந்துட்டேன் நல்ல முறையாக. மொத்தம் 14 சாமிங்க வந்தாங்க, நம்ம கூட எல்லா சாமியும் வந்துட்டாங்க. இன்னும் 2-3 சாமி வந்துட்டுருக்காங்க. കൊടുംകാട്ടിലൂടെയുള്ള ഈ യാത്ര കൊച്ചുകുട്ടികൾക്കും ഏറെ ഇഷ്ടം. இங்கே நாங்கள் புல்மேட்டு பாதையில் நடந்து வந்திருக்கோம். இங்கே எவ்வளோ கஷ்டமாக இருக்கோ அந்த மாதிரி ஈஸி தான். சபரிமலைக்கு வந்திருக்கோம், சாமி கும்பிட்டு அடுத்து இது தூங்கி நாளைக்கு காலையில் நெய் அபிஷேகம் சாப்பிட்டு இது தூங்கிட்டு நல்லா இது ரெஸ்ட் எடுத்துகிட்டு கிளம்புறோம். நல்லா இருக்குது, கொஞ்சம் ஈஸி ஆனால் கொஞ்சம் கஷ்டம். ஏற்றத்தில் ஈஸி, இறக்கத்தில் கொஞ்சம் கஷ்டம். കാനന ഭംഗി അടുത്തറിയാൻ കഴിയുന്നതാണ് ഈ പാത തിരഞ്ഞെടുക്കാൻ തീർത്ഥാടകരെ പ്രേരിപ്പിക്കുന്നത്. எல்லா போலீஸாருங்க எல்லாம் ஹெல்ப் பண்ணுறாங்க. தண்ணி வசதி எல்லாம் இருக்குது. அங்கங்கே என்ன வேணும் ஏதுன்ட்டு எல்லாம் வந்து பார்க்குறாங்க. அவங்க ரோண்டு சுற்றிட்டே இருக்க பயம் இல்லை. சேஃப்டியாக வரலாம், சேஃப்டியாக போகலாம். ஆனால் சூப்பர் பயணம் நல்லா இருக்குது. குரூப்பாக வந்திருக்கோம். குருசாமியோட 11 பேர் வந்திருக்கோம், 14 പേർ വന്നിരിക്കാം. நல்லா இருக்குது பயணம். മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കാനനപാതയിൽ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ട് മൂലം പ്രയാസം നേരിടുന്നവരെ സന്നിധാനത്തെത്തിക്കാൻ പ്രത്യേക സംഘത്തെയും ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ താൽക്കാലിക സ്റ്റാഫാണ് ഞങ്ങൾ. പിന്നെ നമ്മുടെ സുഖമില്ലാത്ത ആൾക്കാരെ ഞങ്ങൾ മേലെ നിന്ന് ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും തീരുമാനത്തിൽ താലോട്ട് ഞങ്ങൾ കൊണ്ടുവരും. പോലീസിൻ്റെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. കേരള പോലീസിൻ്റെ നല്ല സപ്പോർട്ടാണ്. അവർ ഞങ്ങളോട് പറയും, അവർ ഞങ്ങളെ കൂടെ വരികയും ചെയ്യും. പാതി വഴിയിൽ അവസാനമായവരെ ഞങ്ങൾ ഇവിടുന്ന് എത്തിക്കും. ഇവിടെ എത്തിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ചില സമയത്ത് രാവിലെ ഉണ്ടാകും. പറ്റാത്തവർക്ക് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ മെസ്സേജ് കിട്ടും. മെസ്സേജ് കിട്ടുമ്പോൾ ഇവിടുന്ന് പോലീസുകാരെ ഞങ്ങളെ പറഞ്ഞു വിടും മേലേക്ക്. ഫോറസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ പോലീസുകാരെ ഞങ്ങളെ പറഞ്ഞു വിടും. രാവിലെ 8 മുതൽ 12 മണിവരെയാണ് പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് കടത്തിവിടുക. വനം വകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ പാത. പാണ്ടിത്താവളം ഉരക്കുഴി തീർത്ഥത്തിന് സമീപം മുഴുവൻ തീർത്ഥാടകരും വന്നുപോയെന്ന് വനം വകുപ്പ് ദിവസവും ഉറപ്പാക്കും. ആരെങ്കിലും എത്തിപ്പെടാൻ വൈകിയെങ്കിൽ അവരെ വനം വകുപ്പ് തന്നെയാണ് നേരിട്ട് സന്നിധാനത്ത് എത്തിക്കുക. അഖിലേഷ് കൊടുമണ്ണിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.